ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്തിപ്പോൾ ചൂട് കൂടി വരികയാണ്, അപ്പോൾ നമുക്കൊന്ന് കൂളാവണ്ടേ? വളരെ റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡെസേർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിച്ചു തുടങ്ങിയാൽ നോൺ സ്റ്റോപ്പായിട്ട് തുടരും. അതാണ് ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോ കൂടുതലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു 4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. 4 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. അതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. 1 കപ്പോളം ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ആ പാല് നന്നായിട്ട് വറ്റി വരണം. അതിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുക്കും. ഞാൻ ഇവിടെ കണ്ടൻസ് മിൽക്ക് ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പാലും പഞ്ചസാരയും മാത്രം മതി. പക്ഷേ ഞാൻ കണ്ടൻസ് മിൽക്ക് കൂടാതെ ഒരല്പം മിൽക്ക് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ തീർച്ചയായിട്ടും പാലും പഞ്ചസാരയും മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഞാൻ കാഷ്നട്ടും ആൽമണ്ടും അതുപോലെ തന്നെ കുറച്ച് പിസ്സയും ഒക്കെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്നും ഇല്ലെങ്കിൽ കാഷ്നട്ട് മാത്രം മതിയാവും. ഞാൻ എല്ലാം കൂടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമാണത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എത്ര കൂടുന്നോ അത്രയ്ക്കും ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയാലോ? അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ് ഹൽവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എന്ത് ചന്തമല്ലേ കാണാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വാനില ഐസ്ക്രീം കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി വന്ന ആ നട്ട്സൊക്കെ കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വീട്ടിലിപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എപ്പോൾ വേണോ റെഡിയാക്കാവുന്ന വളരെ ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പുതിയ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്, എല്ലാം കാണുക. വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.